ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി ഹോം. നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. റവ ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വീഡിയോയിലിട്ട് കിടക്കാം. ചൂടുകട്ടിയുള്ള വ്യവസ്ഥാരമുള്ള ഒരു പാത്രം, അടിക്ക് പിടിക്കാത്ത ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 12 മുതൽ 15 കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. കാഷ്യൂനട്ടിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഒരു ബോളിൻ്റെ സൈസായി കിട്ടുന്നിടം വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ആ പാനിൽ നിന്ന് നമുക്കത് കോരി മറ്റൊരു സൈഡിലേക്ക് വെക്കാം. അതേ പാനിൽ നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടാവും. ആ നെയ്യിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റവ ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ റവ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഗോൾഡൻ കളറാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ ഒരു 2.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. 1 കപ്പ് റവയ്ക്ക് നമുക്ക് 2.25 കപ്പ് വെള്ളം എടുക്കണം. ഇപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ പെട്ടെന്ന് തന്നെ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമുക്കത് കട്ട പിടിച്ചു നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് റവ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ലതുപോലെ എല്ലാം മൊത്തം റവയും ചേർത്ത് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുത്ത് റവയൊന്ന് വേവിച്ചെടുക്കാം. ആ വെള്ളത്തിൽ കിടന്ന് നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തായതുകൊണ്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ റവ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ലതുപോലെ വെന്ത് ആ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയും വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ 1/2 കപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്, 1/2 കപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം മാങ്ങയുടെ പ്യൂരി, മാങ്ങ നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി പഞ്ചസാരയും മാങ്ങയെല്ലാം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത റവ കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടും. ആ ലൂസെല്ലാം ഒന്ന് മാറി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് നല്ലൊരു തിക്നെസ് ആവും. ഇപ്പം നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മൊത്തം ഇതിന് 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലതുപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല നെയ്യൊക്കെ റവയെല്ലാം കൂടെ ഒന്ന് ചൂടായി നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സായി ആ വെള്ളം എല്ലാം പോയതിന് ശേഷം ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി 1/2 കപ്പ് പഞ്ചസാരയും വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ചെറിയൊരു കുഴഞ്ഞ ഈ ഒരു പരുവം, നമുക്കിത് ചൂട് മാറിക്കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് തിക്കാവും. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെയും റവയുടെയും എല്ലാം മിക്സും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ഷേപ്പിൽ കിട്ടും. അതുകൊണ്ടിപ്പം ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ചൂടെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, സൈസിൽ, ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം ഞാൻ കേസരി തയ്യാറാക്കുന്ന അതേ മിക്ക ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ മാങ്ങയാണ് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത്. മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കളറും കിട്ടും, മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും. നല്ലൊരു റവ മാംഗോ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.